بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آل كل والصحابة أجمعين. أما بعد. كتاب المتفرد درس أنج فصل في صفة الصلاة. നിസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുന്ന അധ്യായം. അർക്കാനുഹ അർബഅത അശറ ഫർളൻ. നിസ്കാരത്തിൻ്റെ റുക്നുകൾ 14 ഫർളുകളാണ്. നിസ്കാരമാകുന്നത് ഈ 14 ഫർളുകൾ കൂടിച്ചേരുമ്പോഴാണ്. അൽ അവ്വലു, ഒന്നാമത്തേത്, അന്നീയത്തു, നീയത്ത് ചെയ്യലാണ്, അഥവാ നിസ്കരിക്കുന്നു എന്ന കരുതൽ ഉണ്ടാവലാണ്. ഫയജിബു ഫീഹ, അപ്പോൾ ആ നീയത്തിൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ, ഖസ്ദു ഫഅലി സ്വലാത്തി, നിസ്കാരത്തെ ചെയ്യുന്നു, നിസ്കരിക്കുന്നു എന്ന് കരുതുക. വതഈനുഹ, ഏത് നിസ്കാരമാണെന്ന് നിർണയിക്കുക. ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം, ഇന്ന നിസ്കാരമാണ് എന്ന് കരുതണം. വഫിൽ ഫർളി, ഫർളായ നിസ്കാരത്തിൽ നിർബന്ധമാകും നീയത്തുൽ ഫർളിയത്തി, ഫർളിനെ കൂടി കരുതൽ. ഉദാഹരണത്തിന് ഉസല്ലി ഫർളുഹ്രി, ഉസല്ലി ഫർളുഹ്രി, ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു, ഫർളുഹ്രി ലുഹർ എന്ന ഫർളിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇതാണ് നിയ്യത്തിൻ്റെ നിർബന്ധമായ ഘടകങ്ങൾ. ഒന്ന്, ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള വാക്ക് അതിലുണ്ടാവണം. രണ്ട്, ഏത് നിസ്കാരമാണ് എന്ന വാക്ക് അതിലുണ്ടാകണം. മൂന്നാമത്തേത്, ഫർളാണെങ്കിൽ, നിസ്കരിക്കുന്നത് ഫർള് നിസ്കാരമാണെങ്കിൽ ഫർളായ എന്നുകൂടി കരുതണം. അസാനി, രണ്ടാമത്തേത്, തക്ബീറത്തുൽ ഇഹ്റാം. രണ്ടാമത്തെ റുക്കിന് തക്ബീറത്തുൽ ഇഹ്റാം ആണ്, അഥവാ അല്ലാഹു അക്ബർ എന്ന വാക്ക് ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. വയതഅയ്യനു ഫീഹ, അതിൽ നിർണിതമായ വാക്ക് ഏതാണ്? അല്ലാഹു അക്ബർ ആണ്. വയജിബു, നിർബന്ധമാണ്, ഖർനു നിയ്യത്തി ബിത്തക്ബീരി, തക്ബീറിനോട് നീയത്തിനെ സമന്വയിപ്പിക്കൽ നിർബന്ധമാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന നേരത്ത്, ആ സമയത്ത് മനസ്സിൽ നീയത്ത് ഹാളിറാക്കണം. നീയത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ആ നീയത്ത് മനസ്സിലുണ്ടായിരിക്കെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. അസ്സാലിസു, മൂന്നാമത്തേത്, അൽ ഖിയാമു ഫി ഫർളിൽ ഖാദിരി, നിൽക്കാൻ കഴിവുള്ളവൻ്റെ ഫർള് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കലാണ്. നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കൽ നിസ്കാരത്തിൻ്റെ ഘടകമാണ്, അതിൻ്റെ റുക്കിനിൽപ്പെട്ടതാണ്. നിൽക്കാൻ കഴിവുള്ളവൻ ഫർള് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവുകയില്ല. അപ്പോൾ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. അതേസമയം സുന്നത്ത് നിസ്കാരങ്ങളിൽ നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാലും നിസ്കാരം സ്വഹീഹാകുന്നതാണ്. അർറാബിഉ, നാലാമത്തേത്, ഖിറാഅത്തുൽ ഫാത്തിഹത്തി, ഫാത്തിഹ പാരായണം ചെയ്യലാണ്, മഅൽ ബസ്മലത്തി, ബിസ്മിയോടുകൂടി, കുല്ല റക്അത്തിൻ, എല്ലാ റക്അത്തുകളിലും, ഇല്ലാ റക്അത്ത മസ്ബൂഖിൻ, മസ്ബൂക്കിൻ്റെ റക്അത്തിലൊഴികെ, അഥവാ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാതെ ഇമാമിൻ്റെ കൂടെ വന്ന് ജമാഅത്തിൽ തുടർന്നപ്പോൾ ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല, അങ്ങനത്തെ ആളുടെ റക്അത്തിലൊഴികെ, ആ റക്അത്തിൽ അവൻ ഫാത്തിഹ ഓതണമെന്നില്ല. ഓതാൻ എത്രയാണോ സമയം കിട്ടിയത് അത്ര ഓതിയാൽ മതി. തീരെ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഫാത്തിഹ ഓതേണ്ടതില്ല. അവൻ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ ഇമാം റുക്കൂയിലേക്ക് പോയാൽ അവൻ പിന്നെ അവിടെ ഫാത്തിഹ ഓതാൻ നിൽക്കേണ്ടതില്ല. അവൻ ഇമാമിൻ്റെ കൂടെ റുക്കൂയിലേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ അവൻ്റെ ഫാത്തിഹ, അവൻ മസ്ബൂഖാണ്, അവൻ്റെ ഫാത്തിഹ ഇമാമ് ഏറ്റെടുക്കുന്നതാണ്. അതാണ് ഇല്ലാ റക്അത്ത മസ്ബൂഖിൻ, മസ്ബൂഖിൻ്റെ അഥവാ ഫാത്തിഹ ഓതാൻ വൈകി തുടർന്ന, ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവൻ്റെ റക്അത്തിലൊഴികെ. എങ്ങനെയാണ് ഓതേണ്ടത്? വയജിബു, നിർബന്ധമാണ്, റിആയത്തു ഹുറൂഫിഹ, ഫാത്തിഹയിലെ ഹർഫുകളെ പരിഗണിക്കൽ നിർബന്ധമാണ്. 156 അക്ഷരങ്ങളുണ്ട് ഫാത്തിഹയിൽ. ആ അക്ഷരങ്ങളെല്ലാം ഉച്ചരിച്ചിരിക്കണം. തഷ്ദീദാത്തിഹ, അതിലെ ഷദ്ദുകളെയും പരിഗണിക്കൽ നിർബന്ധമാണ്. ഫലൗ അസ്ഖത്ത ഹർഫൻ, ഒരു ഹർഫിനെ ഒരാൾ ഫാത്തിഹയിൽ നിന്ന് വിട്ടുകളഞ്ഞാൽ, ഔ ഖഫഫ മുഷദ്ദദൻ, അല്ലെങ്കിൽ ഒരു ഷദ്ദുള്ളതിൻ്റെ, ഒരു ഇരട്ടിപ്പിച്ച അക്ഷരത്തെ ആ ഇരട്ടിപ്പൊഴിവാക്കി ഒറ്റക്ഷരമായിട്ട് ഉച്ചരിച്ചാൽ, ഔ അബ്ദല ളാദൻ ബി ളാഇൻ, ഒരാൾ ളാദിനെ ളാ ആയി ഉച്ചരിച്ചാൽ, ഒന്ന് ളാദാണ് ഒന്ന് ളാ ആണ് ഉച്ചരിച്ചാൽ, ലം തസിഹ ഖിറാഅത്തുഹു, അവൻ്റെ പാരായണം സ്വഹീഹല്ല. ഖുർആൻ പാരായണം, സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം നിസ്കാരത്തിൻ്റെ റക്അത്തിൽ സ്വഹീഹായിട്ടില്ലെങ്കിൽ നിസ്കാരവും സ്വഹീഹല്ല. അൽ ഖാമിസു, അഞ്ചാമത്തേത്, അർറുകൂഉ,
റുക്കൂ ചെയ്യലാണ്. ബിൻ ഹിനാഇ ഖദിരി ബുലൂഗി റാഹത്തൈഹി ബിറുക്ബത്തൈഹി, ഉള്ളം കൈകൾ, റാഹത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളം കൈ എന്നാണ് അർത്ഥം. റാഹത്തൈഹി, അവൻ്റെ രണ്ട് ഉള്ളൻ കൈകൾ അഥവാ കൈയിൻ്റെ ഉൾഭാഗം, അവൻ്റെ റുക്കുബത്ത്, അവൻ്റെ കാൽമുട്ടിലേക്ക് എത്തുന്ന രൂപത്തിൽ അത്രയെങ്കിലും ഖദർ കുനിയൽ കൊണ്ടാണ് റുക്കൂ ചെയ്യേണ്ടത്. അപ്പോൾ റുക്കൂ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യൻ്റെ രണ്ട് ഉള്ളൻ കൈകൾ ആ അവൻ്റെ രണ്ട് കാൽമുട്ടിലേക്ക് എത്തുന്ന രൂപത്തിലെങ്കിലും കുനിയണം. അസ്സാദിസു, ആറാമത്തേത് അൽ ഇഅ്തിദാലു ഖായിമൻ, നിന്നുകൊണ്ട് ഇഅ്തിദാൽ ചെയ്യലാണ്. റുക്കോയിലേക്ക് പോയ ആൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് മുകളിലേക്ക് അഥവാ നേരെ നൃത്തത്തിലേക്ക് വരിക. ആ നൃത്തത്തിനാണ് എന്തെന്ന് പറയുക, ഈ ഇഅ്തിദാൽ എന്ന് പറയാം. അസ്സാബിഉ, ഏഴാമത്തേത് അസ്സുജൂദു മറത്തൈനി, രണ്ട് തവണ സുജൂദ് ചെയ്യലാണ്. എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്? ബിവളഇ ബഅദിൽ ജബ്ഹതി, നെറ്റിയിൽ നിന്ന് അല്പം നിലത്ത് വെച്ചുകൊണ്ട്, വറുക്ബതൈനി, കാൽമുട്ടുകളും, വബാത്തിനിൽ കഫൈൻ, അതുപോലെ തന്നെ ഉള്ളൻ കൈകളും, വ അസ്വാബിഇൽ ഖദമൈൻ, കാൽവിരലുകളുടെ പള്ളകളും, കാൽവിരലുകളുടെ പള്ളകളും. അപ്പോൾ കാലിൻ്റെ വിരലിൻ്റെ പള്ള, കാൽവിരലിൻ്റെ അടിഭാഗം, അതുപോലെ തന്നെ രണ്ട് ഉള്ളൻ കൈകൾ, അതുപോലെ തന്നെ നെറ്റിയിൽ നിന്ന് അല്പം, അതുപോലെ തന്നെ അവൻ്റെ കാൽമുട്ടുകൾ, ഇത്രയും അവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. അപ്പോൾ 7 അവയവങ്ങളാണ് സുജൂദിൽ വെക്കേണ്ടത്. ഒന്ന് നെറ്റിയിൽ നിന്ന് അല്പം വെക്കണം, രണ്ട് ഉള്ളം കൈകൾ വെക്കണം, രണ്ട് കാൽമുട്ടുകൾ വെക്കണം, കാൽ വിരലുകളുടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 കാൽ വിരലുകളുടെയെങ്കിലും പള്ളയെങ്കിലും സുജൂദിൽ വെക്കണം. അങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്. അസ്സാമിനു, എട്ടാമത്തേത് അൽ ജുലൂസു ബൈന സജദതൈൻ, രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കലാണ്. രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുക. ഒരു സുജൂദ് ചെയ്ത് എഴുന്നേറ്റ് ഇരുന്നതിന് ശേഷം അടുത്ത സുജൂദിലേക്ക് പോകുക. അപ്പോൾ ഇടയിലുള്ള ഇരുത്തമാണ് എട്ടാമത്തെ റുക്കിന്. അത്താസിഉ, ഒമ്പതാമത്തേത് അത്തുമഇനീനതു ഫിർ റുകൂഇ വൽ ഇഅ്തിദാലി വസ്സുജൂദൈനി വൽ ജുലൂസി ബൈനഹുമ. അത്തുമഇനീനതു എന്ന് പറഞ്ഞാൽ അനക്കം അടങ്ങുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അടങ്ങി താമസിക്കുക എന്നാണ് അർത്ഥം. അനക്കം അടങ്ങുക, നമ്മൾ ഖിയാമിൽ നിന്ന് റുക്കൂയിലേക്ക് പോകുന്ന ആ പോക്കിൻ്റെ ആ ചലനം, അത് റുക്കൂയിൽ നിശ്ചലമാകണം. ആ ചലനം അവസാനിച്ചതിന് ശേഷം റുക്കൂ ചെയ്ത് സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയർന്നാൽ ആ അനക്കം അടങ്ങണം. ആ അനക്കം അടങ്ങിയതിന് ശേഷമാണ് റുക്കൂയിലേക്ക് സുജൂദിലേക്ക് പോകേണ്ടത്. സുജൂദിൽ ചെന്ന അനക്കം അടങ്ങിയതിന് ശേഷമാണ് ഇടയിലെ ഇരുത്തത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ അനക്കം അടങ്ങുന്നതിനാണ് ഈ തുമഇനീനത്ത് എന്ന് പറയുന്നത്. തുമഇനീനത്ത് നിസ്കാരത്തിൻ്റെ നിർബന്ധ ഘടകമാണ്. അതുകൊണ്ട് തന്നെ സ്പീഡ് കൂടിയ നിസ്കാരം, സ്പീഡ് കൂടിയാൽ റുക്കൂയിലേക്ക് അങ്ങോട്ട് പോവുകയും ഉടനെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ആ അനക്കം അടങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് ഉയരുകയും ചെയ്താൽ, അങ്ങനെ സുജൂദിലേക്കും മറ്റൊക്കെ പോവുകയും വരികയും ചെയ്താൽ അവൻ്റെ നിസ്കാരം സ്വഹീഹാവുകയില്ല. അത്താസിഉ അത്തുമഇനീനത്തു. അൽ ആശിറു, പത്താമത്തേത് അത്തശഹുദുൽ അഖീറു, അവസാനത്തെ അത്തഹിയാത്ത് ഓതലാണ്. 4 റക്അത്തോ 3 റക്അത്തോ ഒക്കെ ഉള്ള നിസ്കാരത്തിൽ 2 അത്തഹിയാത്തുകൾ ഉണ്ടാകും. ആദ്യത്തെ അത്തഹിയാത്ത് രണ്ടാമത്തെ റക്അത്തിലും അടുത്ത അത്തഹിയാത്ത് അവസാനത്തെ റക്അത്തിലുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്ത് നിസ്കാരത്തിൻ്റെ ഫർളിൽപ്പെട്ടതാണ്. അതാണ് നിസ്കാരത്തിൻ്റെ റുക്കിനായിട്ടുള്ള അത്തഹിയാത്ത്. അക്മലുഹു, അതിൻ്റെ പൂർണ്ണ രൂപമാകുന്നത് അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതാണ് അത്തഹിയാത്തിൻ്റെ പൂർണ്ണമായ രൂപം. ഈ അത്തഹിയാത്ത്, അവസാനത്തെ അത്തഹിയാത്ത് നിർവഹിക്കൽ നിസ്കാരത്തിൻ്റെ നിർബന്ധ ഘടകമാണ്. അൽ ഹാദി അഷർ, 11ാമത്തെ റുക്ന് അസ്സലാത്തു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദ തശഹുദിൽ അഖീർ, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലലാണ്. വ അഖല്ലുഹ, സ്വലാത്തിൽ ഏറ്റവും കുറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇത്രയെങ്കിലും ചൊല്ലണം. നമ്മൾ സാധാരണ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലാറുണ്ട്. എന്നാൽ സ്വലാത്ത് ഇത്രയെങ്കിലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നെങ്കിലും ചൊല്ലലാണ് നിർബന്ധമായിട്ടുള്ളത്. അസാനി അഷർ,
12ാമത്തെ റുക്നാകുന്നത് അൽ ഖുഊദു ലഹുമാ, അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കലാണ്. ഇത് ഇരുന്നുകൊണ്ട് ചെയ്യേണ്ട സംഗതിയാണ്. ആ ഇരുത്തമാണ് 12ാമത്തെ റുക്ന്. അസാലിസ അഷർ 13ാമത്തേത് അത്തസ്ലീമത്തുൽ ഊല, ഒന്നാം സലാം വീട്ടലാണ്. ഫയഖൂൽ, അപ്പോൾ അവൻ പറയണം, എന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും, ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയണം. ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്ന് പറയണം. അതോടുകൂടി ഞാൻ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് മനസ്സിൽ കരുതുകയും വേണം. അറാബിഅ അഷർ, നിസ്കാരത്തിന്റെ 14ാമത്തെ റുക്ന് അത്തർത്തീബു, ക്രമപ്രകാരം ചെയ്യലാണ്. കമാ ദക്കർനാഹു, നമ്മൾ മേലെ പറഞ്ഞതുപോലെ. വയജിബു ഫിർ റുക്നിൽ ഖൗലി, ഖൗലിയായ റുക്നിൽ നിർബന്ധമാണ്. ഖൗലിയായ റുക്ന് എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറയേണ്ട, നമ്മൾ ലഫ്ള് ഉണ്ടാകുന്ന, പറയേണ്ട, സംസാരിക്കേണ്ട റുക്ന്, അതാണ് ഖൗലിയായ റുക്ന്. ഖൗലിയായ റുക്നിൽ തക്ബീറത്തുൽ ഇഹ്റാം പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഫാത്തിഹ പെടുന്നുണ്ട്, അതുപോലെ തന്നെ അവസാനത്തെ അത്തഹിയാത്ത് പെടുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് പെടുന്നുണ്ട്. ഇതൊക്കെ ഖൗലിയായ റുക്ന. ഖൗലിയായ റുക്ന്, ഫിഅലിയായ റുക്ന്. മറ്റേതൊക്കെ ഫിഅലിയായ റുക്നാണ്. ഖിയാമ്, ഖുഊദ്, ഇരുത്തം, അതേപോലെ തന്നെ റുക്കൂ, ഇതൊക്കെ ഫിഅലിയായ റുക്നാണ്. അപ്പോൾ ഖൗലിയായ റുക്നിൽ നിർബന്ധമാണ്, തൊള്ളകൊണ്ട് പറയുന്ന റുക്നിൽ നിർബന്ധമാണ്. എന്താണ് നിർബന്ധം? അൻ യുസ്മിഅ നഫ്സഹു, അവൻ്റെ സ്വന്തം ശരീരത്തെ അത് കേൾപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ പോരാ. ഖിയാമിൽ നിന്നുകൊണ്ട് ഫാത്തിഹ മനസ്സിൽ വിചാരിച്ച്, ചുണ്ടനക്കാതെ ഫാത്തിഹ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ അത് ഫാത്തിഹ ഓത്താവുകയില്ല. അവൻ്റെ നഫ്സിനെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. ഖാലൽ മുത്തവല്ലിയു വൽ ഹലീമിയു, ഇമാം മുത്തവല്ലിയും ഇമാം ഹലീമിയും പറഞ്ഞു, യഹ്റുമുൽ ഇൽത്തിഫാത്തു ഫിസ്വലാ, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ ഹറാമാണ്. നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയൽ എന്താണ്? ഹറാമാണ് എന്ന് മുത്തവല്ലി ഇമാമും അതുപോലെ തന്നെ ഹലീമി ഇമാമും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൻ്റെ എല്ലാ നിർബന്ധ ഘടകങ്ങളും പൂർണ്ണാർത്ഥത്തിൽ കൃത്യമായി നിർവഹിച്ച് നിസ്കാരം പൂർത്തീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.